ഒമാനിൽ ന്യൂനമർദ്ദം വരുന്നതായി കാലാവസ്ഥാ വകുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. തിങ്കളാഴ്ച മുസന്തം ഗവർണറേറ്റിൽ മഴമേഘങ്ങൾ രൂപം കൊള്ളുകയും വ്യത്യസ്ത തീവ്രതയിലുള്ള മഴയ്ക്ക് കാരണമാകുമെന്നും കാലാവസ്ഥാ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു ഗവർണറേറ്റുകളിലേക്കും മഴയെത്തും. അടുത്തയാഴ്ച ആദ്യം മുതൽ തന്നെ സുൽത്താനേറ്റിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന വിശകലനങ്ങളാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം ക്രമേണ മറ്റ് നിരവധി ഗവർണറേറ്റുകളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണെന്ന് കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കുന്നു. ഇതിൽ വടക്കൻ ബാത്തിന, തെക്കൻ ബാത്തിന, ബുറൈമി, ദാഹിറ, ദാഖിലിയ, മസ്കത്ത്, വടക്കൻ ഷർക്കിയ എന്നിങ്ങനെയുള്ള ഗവർണറേറ്റുകളിലേക്ക് കൂടി മഴ വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അതേസമയം മസ്കത്തിൽ മിതമായ കാലാവസ്ഥ തുടരുകയാണ്. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി മഴ ശക്തിപ്പെടുകയാണെങ്കിൽ വാദികൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. മഴ ശക്തമായാൽ വാദികൾ മുറിച്ചു കടക്കുന്നതൊക്കെ വലിയ രീതിയിലുള്ള അപകടമാണ് ഉണ്ടാക്കാറുള്ളത്. ഈ സാഹചര്യങ്ങളിലൊക്കെ റോയൽ ഒമാൻ പോലീസും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയും വളരെ കാര്യക്ഷമമായാണ് പ്രവർത്തിക്കാറുള്ളത്.